മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. മുന്നറിയിപ്പ് ഏത് തരത്തിലാണ് എന്ന കാര്യം വളരെ വിശദമായി പരിശോധിക്കാം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. ഇടുക്കി ബൈസൺ വാലിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. ശക്തമായ മഴയിൽ വയനാട് ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും, വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും, സൂര്യശ്രീ കൊച്ചിയിൽ നിന്നുമുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം പൊതുവായുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്, എല്ലാ ജില്ലകൾക്കുമുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യം സലീം മാലിക് വിശദീകരിക്കും. സലീം, കാലാവസ്ഥാ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലകൾ ജാഗ്രത പുലർത്തണം, പ്രത്യേക ശ്രദ്ധ വേണ്ട ഇടങ്ങളുണ്ടോ, കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് എന്ത്? സലീം. റിജിത്ത്, സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും 3 ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നത്. അതിൽ ആ ജില്ലകൾ, അതിലൊന്ന് ഇടുക്കിയാണ്, മറ്റൊന്ന് മലപ്പുറമാണ്, മറ്റൊന്ന് വയനാടാണ്. ഈ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകൾ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ബാക്കി 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല 29-ാം തീയതി വരെയും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്ത ആലപ്പുഴ ഉൾപ്പെടെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിടങ്ങളിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരദേശവാസികളെയും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് കാരണം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ആ അറിയിപ്പ് പ്രകാരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മധ്യകേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും പലയിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് തെക്കൻ കേരളം ഒഴികെയുള്ള സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുഴുവൻ സ്ഥലങ്ങളിലും മഴയുണ്ടാകും. എന്നാൽ ഈ വടക്കൻ മേഖലകളിലേക്ക് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രളയ സാധ്യതയുള്ളിടത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളിടത്തും പ്രത്യേക നിർദ്ദേശം വേണം. ജില്ലാ ഭരണകൂടങ്ങളുടെയും ഒപ്പം തന്നെ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. റിജിത്ത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുർജിത്ത്, ഇന്നലെ നമ്മൾ കണ്ടതാണ് കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിൽ. അത് പഴയത് പലതും ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു അവിടുത്തുകാരുടെ സങ്കടവും വേദനയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒരു ഭയമുണ്ട് എല്ലാവർക്കും. ഇന്നിപ്പോൾ എന്താണ് സ്ഥിതി? നല്ല മഴയുണ്ടോ? നിലവിൽ ഇപ്പോൾ സ്മിത, മഴ ഘട്ടം ഘട്ടമായി, അതായത് ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഇടവിട്ട് ശക്തമായ മഴയാണ്. ഇന്നലെ രാത്രിയിലും ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ ഇപ്പോൾ മഴയില്ല. പക്ഷേ മറ്റു പല മലയോര മേഖലയിലും മഴ കൂടുതൽ പെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുമുണ്ട്. എന്തായാലും ഈ വയനാടിൻ്റെ ഇപ്പോഴത്തെ പൊതുവെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴപ്പെയ്ത്ത്, അതാണ് ഇന്നലെയും കണ്ടത്. അതുതന്നെയാണ്. അതാണ് ഇങ്ങനെ ഈ നിലയിൽ ചൂരൽമല പുഴ കര കവിഞ്ഞ് ഒഴുകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള കാരണം. മാത്രമല്ല ഈ നേരത്തെ ഉരുൾപൊട്ടലിൽ അടർന്നു നിൽക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവിടെയൊക്കെ ഈ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പുഞ്ചിരിമട്ടം മേഖലയിലെ ദൃശ്യങ്ങളാണ്. ആ പുഞ്ചിരിമട്ടം പ്രദേശം എന്ന് പറയുമ്പോൾ അതിനകത്ത് വനറാണി എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗം ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശമാണ്. ആ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ അതാണ് ഇങ്ങനെ പുഴ കലങ്ങി മറിഞ്ഞൊഴുകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഈ മഴയുടെ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് കൂടിയ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ച് പ്രദേശവാസികളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില സമരങ്ങൾക്കും ഇന്നലെ സാക്ഷ്യം വഹിച്ചു ചൂരൽമല. 2 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കാം, അതായത് ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും ധനസഹായം നൽകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ ഒരു ഇടപെടൽ ADMന്റെ ചർച്ചയിൽ നിന്ന്
ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധം അവസാനിച്ചത്. നമ്മൾ വിശദമായി ഈ ഇറിഗേഷൻ്റെ ചുമതലയുള്ള എഞ്ചിനീയർമാരുമായി മറ്റു വിദഗ്ധരുമായി സംസാരിച്ചു. എന്തായാലും ഇപ്പോൾ പുഴയുടെ പുനരുജ്ജീവന നടപടി താൽക്കാലികമായ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് മണ്ണ് കോരിയിടുക, ഒപ്പം തന്നെ ഈ പാറകൾ ഒരു ഭാഗത്തേക്ക് മാറ്റുക, അത്തരം ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥിരം സംവിധാനം എന്നുള്ളത് NIT-യുടെ റിപ്പോർട്ടും മറ്റും വരാനുണ്ട്. അതിനുശേഷം മാത്രമാകും ആ ഒരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇറിഗേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. എന്തായാലും ആ നടപടി ബലപ്പെടുത്തുന്ന നടപടി ഇരുഭാഗങ്ങളും ഇരുകരകളും ബലപ്പെടുത്തുന്ന നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി പുഴ അത് സുഗമമായി ഒഴുകുന്ന രീതിയിലേക്ക് ആ സംവിധാനത്തിലേക്ക് മാറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉദ്യോഗസ്ഥരെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ ബത്തേരി മേഖലയിൽ ചില കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അത് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അത് കല്ലൂർ പുഴ കര കവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും അതായത് വയനാട്ടിൽ എപ്പോൾ കനത്ത രീതിയിൽ മഴ പെയ്താലും ഈ പുഴങ്കുനി നിവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരെ ഉടൻ തന്നെ ഒരു വയലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉന്നതിയാണ്. അവിടെ വെള്ളം കയറും. ആ വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കും. ഇത് മുൻകരുതൽ നടപടി എന്നുള്ള നിലയിലാണ് കുട്ടികളടക്കം 8 പേരെ തിരുവണ്ണൂർ അംഗൻവാടിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവശേഷിക്കുന്ന കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഉള്ളത്. രാത്രി 11:30 കൂടിയാണ് നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരും പോലീസും എത്തി ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലും കീഴ്ത്തടങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വയനാട്ടിൽ ഇടവിട്ടുള്ള മഴ ഇപ്പോഴുമുണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, അവിടെ ഈ ബൈസൺ വാലിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലേക്ക് സാഹചര്യം എന്താണ്? പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ? രാഹുൽ വിജയൻ. റിജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിൽ പരക്കെ മഴ തുടരുന്നു എന്നുള്ളതാണ്. ഇടവിട്ട് ശക്തമായ മഴയാണ്. വലിയ തരത്തിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തായാലും ആ മഴ മുന്നറിയിപ്പുകളെല്ലാം കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിന്റെ ജാഗ്രതാ നിർദ്ദേശം ആളുകൾ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ്. മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ജില്ലയിലെ ജലവിനോദങ്ങളും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങളും 2 ദിവസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് പ്രത്യേക നിയന്ത്രണം വേണം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. രാത്രിയാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. കാരണം മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ വാളറ ഭാഗത്തൊരു മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ അതുവഴിയുള്ള യാത്രയും ആവശ്യമില്ലാതെ പാടില്ല എന്നുള്ളതാണ് അറിയിപ്പ്. ബൈസൺ വാലിയിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇനിയും ഈ ഡാമുകളുടെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇടുക്കിയിൽ തുറന്നിരിക്കുന്ന 2 ചെറു ഡാമുകളാണ്. ഒന്ന് കല്ലാർകുട്ടി, മറ്റൊന്ന് മലങ്കര ഡാം. ഇതിൽ കല്ലാർകുട്ടി ഡാമിന്റെ 6 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ 5 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതാണ്. കൂടുതൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഈ ഷട്ടറുകൾ തുറന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകാനിടയില്ല എന്നുള്ളതാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഉയരുകയാണ്. 133.5 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. റൂൾ കർവ് പ്രകാരം നിലവിൽ 136 അടി മാത്രമാണ് സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ പരമാവധി അളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നുള്ള കാര്യം കൂടി അറിയിപ്പായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഏതായാലും ഇടുക്കി ജില്ലയിൽ പ്രത്യേക മുന്നറിയിപ്പുണ്ട്. അവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ബൈസൺ വാലി പോലുള്ള മേഖലയിലേക്ക് ജനങ്ങൾ യാത്ര ചെയ്യുക. അഥവാ യാത്ര ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയുണ്ടെങ്കിൽ വളരെ കരുതലോടെ മാത്രം. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്നും ചേരുന്നത്. വിപിൻ, ഈ കാട്ടാനകളുടെ ശല്യം ഒരു വശത്ത്, അതിൻ്റെ ഒരു ഭീതിയുണ്ട്, ഒപ്പം തന്നെ മഴ പ്രശ്നമാകുന്നുണ്ടോ അവിടെ? ഇന്നിപ്പോൾ എന്താണ് നിലവിലെ ഒരു കാലാവസ്ഥ? കൂടുതൽ വിവരങ്ങൾ. സ്മിത, റീജിത്ത്, മഴ മാറി നിൽക്കുന്നു എന്നൊരു കാലാവസ്ഥ കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിലില്ല. കാരണം ചെറുതും വലുതുമായി കനത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് ചെറിയ ശമനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുതന്നെയാണ് കാലാവസ്ഥയും.
അപ്പോൾ ഈ ഇവിടെയുള്ള പുഴകളൊക്കെ തന്നെ അതിലൊക്കെ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പല ഭാഗങ്ങളിലും വെള്ളം കയറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യാമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ റവന്യൂ വകുപ്പ് നൽകി കഴിഞ്ഞു. നിലമ്പൂർ മേഖലയിലാണ് കൂടുതൽ ഒരു ആശങ്കയുള്ളത്. കാരണം പല ഭാഗങ്ങളിലും നഗരത്തിലേക്ക് ഈ ജ്യോതിപ്പടി, ചന്തക്കുന്ന് പോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവിടെ ഒരു വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പാടെ അവിടെ താറുമാറായ ഒരു സാഹചര്യമാണ്. ഒപ്പം ഈ ചാലിയാറിലാണ് ഏറ്റവും കൂടുതൽ കുത്തൊഴുക്കും വെള്ളം ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത്. ആ പ്രദേശത്തെ പുന്നപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ നിറയുമ്പോൾ അതൊക്കെ തന്നെ മലപ്പുറത്തെ കൂടി ബാധിക്കുന്ന ഒരവസ്ഥയാണ്. മലപ്പുറത്താണ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് എന്ന് തന്നെ പറയാം. അത്രത്തോളം വെള്ളം കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്നു. അതുണ്ടാവുന്നത് ഈ ചാലിയാറിൻ്റെ അക്കരെയാണ്. പക്ഷേ അവിടേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. ഇന്നലെ ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ട് പോയത് മറിഞ്ഞിരുന്നു. ഇപ്പോൾ NDRFിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആ മൃതദേഹം ഇക്കരയ്ക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കും. ഈ കുത്തൊഴുക്ക് ഇത്ര കൂടുന്നത് കൊണ്ട് തന്നെ എങ്ങനെ കൊണ്ടുവരും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. മഴയാണെങ്കിൽ ഓരോ നേരവും കൂടി വരുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്. പൊന്നാനിയിൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട്. കാറ്റടിക്കുന്നുണ്ട് ഈ പൊന്നാനി മേഖലയിൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ വൈദ്യുതി ബന്ധത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ അന്തരീക്ഷം. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, തൃശ്ശൂരിൽ കനത്ത മഴയുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചാലക്കുടി പരിയാരം കമ്പളത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. അതുപോലെ തൃശ്ശൂർ നഗരത്തിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. ജില്ലയിൽ നോക്കിയാലും ഇന്നലെ രാത്രി മുഴുവനും ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും നല്ല മഴയുണ്ട്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, ഇടുക്കി, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നു. ഭാരതാംബ വിവാദം തെരുവിലേക്ക് കൂടി വ്യാപിക്കുന്നതോടെ സർക്കാർ രാജ്ഭവൻ ബന്ധവും കൂടുതൽ വഷളാകും. നിലപാടിൽ നിന്ന് ഒരൽപ്പം പോലും പുറകോട്ടില്ല എന്ന സൂചനയാണ് ഗവർണർ ഇന്നലെ നൽകിയത്. അതിനിടെ ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാർ രാജ്ഭവനെ അറിയിക്കും. കാവിക്കൊടിയേന്തിയ ഭാരതാംബയും അതിനെ ചൊല്ലിയുള്ള വിവാദവും തെരുവിലേക്കെത്തി. പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ വിവാദം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇപ്പോൾ ചൂടുള്ള ചർച്ച. പരിപാടികൾ ബഹിഷ്കരിച്ചും വിയോജിപ്പറിയിച്ചുമായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം. ബഹിഷ്കരിക്കും തോറും രാജ്ഭവനും നിലപാട് ഘടിപ്പിച്ചു. ഇന്നലെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തോടെ വിവാദം പുതിയ തലത്തിലാണ്. SFIക്ക് പുറമെ KSUവും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ സംഘർഷഭരിതമായേക്കും. ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നം വേണ്ട എന്ന ആവശ്യം സർക്കാർ രാജ്ഭവനെ അറിയിക്കും. നിലവിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ ആവശ്യത്തിന് വഴങ്ങാനിടയില്ല. സർക്കാരിനെതിരായ യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്നലത്തെ ഗവർണറുടെ പ്രസംഗം. സർവകലാശാല സെനറ്റ് ഹാൾ തന്നെ പരിപാടിക്കായി തെരഞ്ഞെടുത്തതും മനഃപൂർവ്വമാണെന്ന വിലയിരുത്തലുണ്ട്. വിവാദം തുടരുന്നത് ഏത് നിലയിലാവും സംസ്ഥാനത്തിന്റെ ഭരണത്തെ ബാധിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കൃഷിമന്ത്രി P പ്രസാദും ഇന്ന് ഒരുമിച്ചൊരു വേദിയിലെത്തുകയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഇരുവരും ഒന്നിച്ച് വേദി പങ്കിടും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ ഹയത്ത് ഏജൻസിയിൽ നടക്കുന്ന പരിപാടിയിൽ റവന്യൂ മന്ത്രി K രാജനും പങ്കെടുക്കും. നേരത്തെ ചാൻസലറായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മാധ്യമങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുകയും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും തടയാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് വിവാദമായതിനു പിന്നാലെ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനത്തിൽ പങ്കില്ലെന്ന് രാജ്ഭവൻ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആക്സിയം 4 മിഷനിലെ ഗ്രേസ് എന്ന് പേരിട്ടിരിക്കുന്ന ക്രൂ ഡ്രാഗൺ പേടകം ഇന്ന് വൈകിട്ട് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കും. ഇതോടെ ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടവും ശുഭാംശുവിന്റെ പേരിലാകും. നിലവിൽ ലോവർ എർത്ത് ഓർബിറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഡ്രാഗൺ പേടകം. ഹാർമണി മൊഡ്യൂളുമായി പേടകം ഘടിപ്പിക്കുന്നതോടെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടം ശുഭാംശു ശുക്ല സ്വന്തമാക്കും. ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയ്ക്കാണ് ഡോക്കിംഗിന്റെ ചുമതല. സ്ലാവോസ് ഉസ്നാൻസ്കിയിലൂടെ പോളണ്ടും
ടിബോർ കപ്പുവിലൂടെ ഹംഗറിയും തങ്ങളുടെ പൗരന്മാരെ ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തിക്കുകയാണ്. അമേരിക്കക്കാരിയായ പെഗ്ഗി വിറ്റ്സൺ കമാൻഡറായ 4-അംഗ മിഷൻ ഇന്നലെ ഉച്ചയ്ക്ക് 12:01 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നത്. 14 ദിവസം നീളുന്ന ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ 61 പരീക്ഷണങ്ങളാണ് സംഘം നടത്തുക. ഭാവി പര്യവേഷണങ്ങൾക്ക് സഹായകമാകുന്ന മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 2 പേർ മരിച്ചു, 12 പേരെ കാണാതായി. കുളു ജില്ലയിൽ 3 പേർ ഒഴുക്കിൽപ്പെടുകയും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണാതായവർക്കായുള്ള തെരച്ചിൽ, അതുപോലെ ഈ ആ മേഖലകളിൽ ഉള്ള ജാഗ്രതാ നിർദ്ദേശം, അതൊക്കെ ഏത് തരത്തിലാണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, സ്മിത, ഈ ഹിമാചൽ പ്രദേശിൽ ഇന്നലെയാണ് പലയിടങ്ങളിലായി മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 12ഓളം പേരെ കാണാതെയായി എന്നുള്ളൊരു വിവരമാണ്. ഇതിൽ 2 പേർ മരിച്ചതായി അറിയിക്കുന്നുണ്ട് ഭരണകൂടം. കാംഗ്ര ജില്ലയിൽ നിന്നാണ് 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കുളു ജില്ലയിൽ 3ഓളം പേർ ഒഴുക്കിൽപ്പെടുകയും നിരവധി വീടുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് നിലവിൽ ഈ മേഘവിസ്ഫോടനം അനുഭവപ്പെട്ടത് മണികരൻ താഴ്വരയിലെ ബ്രഹ്മഗംഗ മേഖലയിലും അതുപോലെ തന്നെ ഗഡ്സ താഴ്വരയിലെ ഗോമതി നദീതീരത്തുമാണ് ഈ നിരവധി മേഘവിസ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നും ഈ ശക്തമായ മഴ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുളു, ബിലാസ്പൂർ, ചമ്പ, ഹാമിർപൂർ, കാംഗ്ര, മാണ്ഡി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കനത്ത മഴ ഉണ്ടാകും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ SDRF ഉൾപ്പെടെയുള്ള വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, സ്മിത. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 12 പേരെ കാണാതായിട്ടുണ്ട്. ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള UPSC യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ചീഫ് സെക്രട്ടറിയും നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബുമാണ് യോഗത്തിൽ പങ്കെടുക്കുക. യോഗത്തിൽ 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി സംസ്ഥാനത്തിന് മടക്കി അയക്കും. സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ 30-നാണ് വിരമിക്കുന്നത്. താൽക്കാലിക DGP എന്ന ആശങ്കകൾക്കിടെയാണ് UPSC യോഗം ചേരുന്നത്. യോഗത്തിനു ശേഷം 3 പേരുടെ ചുരുക്കപ്പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകാനായി സീൽ ചെയ്ത കവറിൽ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുകയാണ് പതിവ്. അല്ലെങ്കിൽ കേരളം ചുമതലപ്പെടുത്തുന്ന ദൂതൻ വഴി കൈമാറും. പട്ടിക മന്ത്രിസഭയിൽ വെച്ച ശേഷമാണ് പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കുന്ന പതിവെങ്കിലും മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗം 30-നാണ് ഇനിയുള്ളത്. അതിനാൽ തന്നെ മന്ത്രിസഭാ യോഗം ചേരാതെ മുഖ്യമന്ത്രി തന്നെ പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കാനാണ് സാധ്യത. DGP റാങ്കിലുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി സെക്രട്ടറി റവാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലെ ആദ്യ 3 പേരുകാർ. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, സർവീസിൽ 30 വർഷം തികച്ച ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPGയുടെ ഉപമേധാവി സുരേഷ് രാജ് പുരോഹിത് എന്നിവരും 6 പേരുടെ പട്ടികയിലുണ്ട്. ഇതിൽ ആദ്യ 3 പേരുടെ പട്ടികയ്ക്കാണ് സാധ്യത. ഇതിൽ ആരെങ്കിലും ഒഴിവാക്കിയാൽ 4-ാം സ്ഥാനത്തുള്ള മനോജ് എബ്രഹാമിന് സാധ്യതയുണ്ട്. നിതിൻ അഗർവാളിനോ റവാഡ ചന്ദ്രശേഖരനോ ലഭിച്ചാൽ 1 വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടും. 2026-ലാണ് ഇരുവരും വിരമിക്കേണ്ടത്. പോലീസ് മേധാവി പദവി കിട്ടുന്നവർക്ക് 2 വർഷം കൂടി തുടരാമെന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശം. 24 തിരുവനന്തപുരം. ആകസ്മിക ദുരന്തങ്ങളിൽ പ്രതിസന്ധിയിലാകുന്ന മാധ്യമ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് വെൽഫെയർ ഫണ്ട് നടപ്പാക്കുന്നു. വെൽഫെയർ ഫണ്ടിന്റെ പ്രഖ്യാപനം ജൂൺ 28-ന് എറണാകുളം TDM ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കവറേജ്, അടിയന്തര ദുരന്തഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ അടുത്ത ആശ്രിതർക്ക് സഹായം തുടങ്ങിയ വിപുലമായ ലക്ഷ്യങ്ങളും പദ്ധതി മുന്നിൽ കാണുന്നുണ്ടെന്ന് KUWJ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പെട്ടെന്നുണ്ടാകുന്ന മരണം, പെട്ടെന്നുണ്ടായ അപകടങ്ങളിൽ ജോലിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം, ഈ 2 സാഹചര്യങ്ങളിൽ അംഗങ്ങൾക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മരണം സംഭവിച്ചാൽ ഏതാണ്ട് ഒരു മണിക്കൂറുകൾക്കകം ഒരു 10 ലക്ഷം രൂപ, ഡിസബിലിറ്റിക്ക് ഒരു 3 ലക്ഷം രൂപ, അങ്ങനെയൊക്കെയുള്ളൊരു പ്രോജക്റ്റാണ് നമ്മളത് ആലോചിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നെങ്കിലും ജനുവരി മുതലായിരിക്കും അതൊരു ഇംപ്ലിമെൻറ്റേഷൻ ഘട്ടത്തിലേക്ക് എത്തുക. അതാണ് അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ 60 വയസ്സ് വരെയുള്ള അംഗങ്ങളെയാണ് ഈ സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത്. അതേസമയം 60 വയസ്സെന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് പ്രായം എന്ന നിലയിലാണ് 60 നടക്കുന്നത്.
പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന് വീണ്ടും അഭിമാന നിമിഷം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ പ്രവേശന പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ വിദ്യാർത്ഥിയായ ജസ്വിൻ കുര്യാക്കോസ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. 5 വിദ്യാർത്ഥികൾ ആദ്യ 100 റാങ്കിൽ ഉൾപ്പെട്ടു. പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന് വീണ്ടും അഭിമാന നിമിഷം. ഐസർ പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ വിദ്യാർത്ഥിയായ ജസ്വിൻ കുര്യാക്കോസ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. മികച്ച പരിശീലനവും കഠിനാധ്വാനവുമാണ് വയനാടുകാരനായ ജസ്വിൻ കുര്യാക്കോസിനെ ഈ അപൂർവ നേട്ടത്തിലെത്തിച്ചത്. വയനാട് പയ്യമ്പള്ളിയിലെ അധ്യാപക ദമ്പതിമാരായ ബോബിൻ ജോസിന്റെയും ബിന്ദു കെ വിയുടെയും മകനാണ് ജസ്വിൻ കുര്യാക്കോസ്. മാന്നാനം KE സ്കൂളിൽ +2 പഠിക്കുന്നതിനൊപ്പമായിരുന്നു ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ എൻട്രൻസ് കോച്ചിംഗ്. തിരുവനന്തപുരം സ്വദേശിയായ ജോഷുവ ജെയ്സൺ അഖിലേന്ത്യാ റാങ്കിൽ 10ാം സ്ഥാനവും കേരളത്തിൽ 2ാം സ്ഥാനവും നേടി. അഖിലേന്ത്യാ റാങ്കിൽ 21ാം സ്ഥാനം നേടിയ കൗശിക് കൃഷ്ണ, അഖിലേന്ത്യാ റാങ്കിൽ 53ാം സ്ഥാനം നേടിയ ദിവിത് നായർ, 83ാം സ്ഥാനം നേടിയ നതാഷ രാജ്മോഹൻ എന്നിവരാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ. ആദ്യ 100 റാങ്കിൽ രാജ്യാന്തര തലത്തിൽ പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നുള്ള 5 വിദ്യാർത്ഥികൾ ഇടം നേടി. ആദ്യത്തെ 500 റാങ്കിൽ പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നുള്ള 30 വിദ്യാർത്ഥികളും ആദ്യത്തെ 1000 റാങ്കിൽ 50ഓളം വിദ്യാർത്ഥികളും ഇടം നേടി. ഈ വർഷം പുറത്തുവന്ന എല്ലാ പ്രവേശന ഫലങ്ങളിലും പാലാ ബ്രില്യന്റിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രകടമായത്. മികച്ച എൻട്രൻസ് പരിശീലന കേന്ദ്രമെന്ന ഖ്യാതി ഇതോടെ പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ വീണ്ടും ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. രാമചന്ദ്രന്റെ 11ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ട്രിവാൻഡ്രം ക്ലബ് സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ചടങ്ങിൽ N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രഭാവർമ്മ അധ്യക്ഷനായി. N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറി PP ജെയിംസ്, CN ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുൻ MP A. സമ്പത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള കൗമുദി മാനേജിംഗ് ഡയറക്ടർ അഞ്ജു ശ്രീനിവാസൻ ചടങ്ങിൽ പങ്കെടുത്തു. N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പ്രഥമ പ്രസിഡന്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിരുന്ന BRP ഭാസ്കറിനെ മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ നിന്ന് 1ാം റാങ്ക് നേടിയ സ്നേഹ S. നായർക്ക് മന്ത്രി R. ബിന്ദു അവാർഡ് നൽകി. ഇനി ചില ദേശീയ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെ ഓപ്പറേഷൻ സിന്ധു ദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ച ഇന്ത്യ ഇറാനിലെ മഷാദിൽ കോൺടാക്ട് രജിസ്ട്രേഷനും നിർത്തലാക്കി. എന്നാൽ എന്താവശ്യങ്ങൾക്കും എംബസിയുടെ ടെലിഗ്രാം ചാനൽ വഴി ബന്ധപ്പെടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് നീലഗിരി കൂനൂരിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. സൈനിക പരിശീലന കോളേജിന്റെ ഗേറ്റ് കരടി ചാടിക്കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. നേരത്തെയും പരിസര പ്രദേശങ്ങളിൽ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വാരാണസി ദില്ലി വന്ദേ ഭാരത് ട്രെയിനിൽ ചോർച്ച. മുകളിൽ നിന്ന് സീറ്റിലേക്ക് വെള്ളം വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിശദീകരണവുമായി റെയിൽവേ രംഗത്തെത്തി. AC-യിലെ തകരാർ മൂലമാണ് ചോർച്ചയുണ്ടായതെന്ന് വിശദീകരണം. ഡൽഹിയിൽ 19-കാരിയെ ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ഡൽഹി ജ്യോതി നഗറിലാണ് സംഭവം. രക്ഷപ്പെട്ട പ്രതിക്കായി തെരച്ചിൽ തുടങ്ങി പോലീസ്. ഡൽഹിയിൽ റിധാല മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഫാക്ടറിയിൽ തീപിടുത്തം. അപകടത്തിൽ 3 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ചില്ലാക്സ് ഓഫറിലെ ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ വിവിധ ഷോറൂമുകളിലെ ഉപഭോക്താക്കളിൽ നിന്ന് 10 ഭാഗ്യശാലികളെയാണ് തിരഞ്ഞെടുത്തത്. ഇടപ്പള്ളിയിലെ നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ വെച്ച് ഹൈബി ഈഡൻ MP-യാണ് നറുക്കെടുപ്പ് നടത്തിയത്. മാരുതി എസ്പ്രസോ കാറാണ് വിജയികൾക്ക് സമ്മാനമായി നൽകുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുത്തൻ ഓഫറുകളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്. ഗോപു നന്ദി ജിമാർട്ട് ഇന്ന് വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപു നന്ദി ജിമാർട്ട് ഇന്നൊരു സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയൊരു സ്ഥാപനമായി കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഓണ സീസണിൽ ഞങ്ങൾ ബെൻസ ഓഫറിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു. അതിന്റെ വിജയികൾക്ക് ബെൻസ് കാർ ഞങ്ങൾ സമ്മാനമായി നൽകി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ സീസണിൽ ഈ ഓണ സീസണിൽ വീണ്ടും ഞങ്ങൾ വരാണ് വലിയൊരു മഹാ ഓഫറുമായിട്ടാണ് വരുന്നത്. അത് അടുത്ത് തന്നെ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗ വിരുദ്ധ ദിനമാണിന്ന്. ലഹരിയുടെ ഭീകരമായ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനുമുള്ള ഒരു ആഗോള ആഹ്വാനമാണ് ഈ ദിനം. മയക്കുമരുന്ന് ഉപയോഗവും നിയമവിരുദ്ധമായ വ്യാപാരവും
വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു ആഗോള വിപത്താണ്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ 29.2 കോടി പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 22.8 കോടി പേർ കഞ്ചാവ് ഉപയോക്താക്കളും 6 കോടി പേർ ഓപ്പിയോയിഡ് ഉപയോക്താക്കളും 3 കോടി പേർ ആംഫെറ്റാമൈൻ ഉപയോക്താക്കളുമാണ്. 2.3 കോടി പേർ കൊക്കൈൻ ഉപയോക്താക്കളും 2 കോടിയിലധികം പേർ MDMA ഉപയോക്താക്കളുമാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. പക്ഷേ യഥാർത്ഥ കണക്ക് ഇതിന്റെ 10 മടങ്ങ് വരും. ലഹരിക്കടത്ത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുകയും സുരക്ഷാ ഭീഷണികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മാനസികവും ശാരീരികവുമായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ശിക്ഷിക്കുക എന്നതിലുപരി അവർക്ക് ലഹരിയിൽ നിന്ന് പുറത്തുവരാൻ ആവശ്യമായ സഹായവും പിന്തുണയും നൽകുകയാണ് വേണ്ടത്. SKN40 യാത്രയുടെ ഭാഗമായി 24 സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കേരള യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് കേരളത്തിൽ ലഭിച്ചത്. മുഖ്യമന്ത്രിക്ക് 24 സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സർക്കാർ അംഗീകരിക്കുകയും നടപടികൾ സ്വീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. റിസർച്ച് ഡെസ്ക് 24. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങൾ ഇന്ന് പെന്റഗൺ പുറത്തുവിടും. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നതായി വിവരങ്ങൾ ലഭിച്ചതായി US രഹസ്യാന്വേഷണ ഏജൻസി CIA. ആണവ കരാറിനായുള്ള അമേരിക്ക ഇറാൻ ചർച്ച അടുത്തയാഴ്ചയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഈ ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള നിലയിലേക്ക് ഈ ആക്രമണങ്ങൾ പോയിട്ടില്ല, മറിച്ച് ആ പദ്ധതിയെ അല്പം നീട്ടിവെക്കുന്ന തരത്തിലേക്ക് മാത്രമേ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളൂ എന്ന തരത്തിൽ ചർച്ചകൾ പുറത്തു വരുന്നൊരു സമയമാണ്. അതിനിടയിൽ ഒരു CNN റിപ്പോർട്ട് വലിയ വിവാദമായി നിൽക്കുന്നതും അതിനെ തള്ളിക്കൊണ്ട് ട്രംപിൻ്റെ പ്രതികരണവും ഒക്കെ കണ്ടിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഈ പെന്റഗന്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ് മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്നും ഇനി ആണവ ചർച്ചകളാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാനെതിരായ US ആക്രമണങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ സഹായിച്ചതായിട്ട് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇറാനുമായി അമേരിക്ക അടുത്ത ആഴ്ച ആരംഭിക്കും. നേറ്റോ ഉച്ചകോടിയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ വെച്ച് മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കവെയാണ് ഇറാൻ വീണ്ടും ആണവ ആയുധം നിർമ്മിക്കുവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അടുത്ത ആഴ്ച ഒരുപക്ഷെ ഒരു കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പിട്ടേക്കാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു കരാറിന് തന്നെ ഇപ്പോൾ പ്രസക്തി ഇല്ലെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ഇറാൻ ആണവ നിലയങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് അമേരിക്കയിലും ഒക്കെ മുറുകവേ നാളെ പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക്, അതായത് ഇന്ത്യയിൽ രാത്രി ഏതാണ്ട് 10:30 ഇന്ന് രാത്രി 10:30 പെന്റഗണിൽ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ആയിരിക്കും മാധ്യമങ്ങളെ കാണുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നും നിഷേധിക്കാനൊക്കെ പറ്റാത്ത പല കാര്യങ്ങളും പുറത്തു വരുമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ ദൗത്യത്തിൽ പങ്കെടുത്ത അമേരിക്കൻ വൈമാനികരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതിനുള്ള മറുപടി കൂടിയായിരിക്കും ഈ പത്രസമ്മേളനം എന്നും ട്രംപ് പറയുന്നു. അതേസമയം ഈ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIAക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചു. അത് ആക്രമിക്കപ്പെട്ട ഇറാൻ ആണവ നിലയങ്ങൾ സംബന്ധിച്ച ഉള്ള നിർണായക വിവരങ്ങളാണെന്നാണ് CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് പറയുന്നത്. ഇറാൻ ആണവ പദ്ധതിക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമെന്നും വർഷങ്ങൾ വേണ്ടിവരും ഇറാൻ ഇത് പുനർനിർമ്മിക്കാനെന്നാണ് ജോൺ റാഡ്ക്ലിഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ചില പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ സ്പോക്ക് പേഴ്സൺ ഇസ്മയിൽ ബഗേയ് പറയുന്നത് US ആക്രമണങ്ങളിൽപ്പെട്ട ഇറാൻ ആണവ കേന്ദ്രങ്ങളുടെ നിലവിലെ അവസ്ഥ മോശമാണെന്നാണ്. ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ ബഗായി പറയുന്നത് അതേ, നമ്മുടെ ആണവ സ്ഥാപനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതിന് കാരണം അമേരിക്കയുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ വിധേയരാകേണ്ടി വന്നു. ഇതൊരു സാങ്കേതിക വിഷയമായതുകൊണ്ട് ഇതേപ്പറ്റി കൂടുതൽ ഇറാന്റെ തന്നെ അറ്റോമിക് എനർജി ഓർഗനൈസേഷനും അതുപോലുള്ള മറ്റ് ഏജൻസികളും ഉണ്ട്. അവർ ഇതേപ്പറ്റി പിന്നീട് കൂടുതൽ വിശദീകരിക്കുമെന്നാണ് ഇസ്മയിൽ ബഗായി പറയുന്നത്. സ്മിത, റിജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പെന്റഗൺ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇടം പിടിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ അഴിമതികളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് നിലവിലെ ഭരണസമിതി ആവശ്യപ്പെടുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലെ തട്ടിപ്പ് വിജിലൻസും ലൈഫ് മിഷനും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. ആദിവാസി മേഖലകളിലെ നിർമ്മാണ പ്രവൃത്തികളിലും ഉദ്യോഗസ്ഥ ഒത്താശയോടെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്.
CPIM കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ തട്ടിപ്പ് നടത്തി വീട് നേടിയെടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഇവരിൽ നിന്ന് പണം തിരികെ പിടിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന വിജിലൻസും ലൈഫ് മിഷനും അന്വേഷണം നടത്തിയാൽ തട്ടിപ്പുകാർക്കെതിരെ നടപടി വേഗത്തിലുണ്ടാകുമെന്നാണ് പഞ്ചായത്തിന്റെ വിലയിരുത്തൽ. 2019 ലൈഫ് മിഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം പിടിച്ച് വീട് നിർമ്മിച്ച 763 പേരുടെ വിവരങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഇനിയും ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു പൊതുവായിട്ടുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മുടെ വിജിലൻസും അതുപോലെ ഇന്റേണൽ വിജിലൻസ്, തദ്ദേശ വകുപ്പ്, അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ഇവർ കൃത്യമായിട്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിച്ച് അന്വേഷണം നടത്തണമെന്നും ഉള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ഇന്നത്തെ അടിയന്തര കമ്മിറ്റിയുടെ തീരുമാനമായിട്ടുള്ളത്. ആദിവാസി മേഖലകളിലെ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളിലും ഉദ്യോഗസ്ഥൊത്താശയോടെ ലക്ഷങ്ങൾ തട്ടി. 50% മാത്രം പണി പൂർത്തിയാക്കി മുഴുവൻ തുകയും മാറിയെടുത്തു. മേമാരി, വാക്കത്തി എന്നീ ആദിവാസി മേഖലകളിലെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണത്തിലാണ് തട്ടിപ്പ്. ഊരുകൂട്ടം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അന്വേഷണത്തിനായി പഞ്ചായത്ത് ചുമതലപ്പെടുത്തി. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പലയിടത്തും ഇപ്പോഴും കനത്ത മഴ പെയ്യുന്ന നിലയുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ചാലക്കുടി പരിയാരം കമ്പളത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. പാലക്കാട് കുന്തിപ്പുഴ കരകവിഞ്ഞു. തെങ്കര, കോൽപ്പാടം, ഞെട്ടരക്കടവ് പാലം ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളത്തിലാണ്. സൂരജ് സജി തൃശൂരിൽ നിന്നും, ശ്രീജിത് ശ്രീകുമാരൻ പാലക്കാട് നിന്നും, സൂര്യശ്രീ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സൂര്യശ്രീയിലേക്കാണ്. സൂര്യശ്രീ, ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് പെയ്യുകയായിരുന്നു, തിമിർത്ത് പെയ്യുകയായിരുന്നു മഴ. നമുക്കറിയാം എറണാകുളം നഗരത്തിൽ 4 മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്, ഗതാഗത തടസ്സമുണ്ടാകും. ഇന്ന് ഈ പ്രഭാതത്തിൽ മഴ മാറി നിൽക്കുന്നുണ്ടോ, ഗതാഗത തടസ്സമുണ്ടോ? വിവരങ്ങൾ പറയും. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നാളെ അതിശക്തമായ മഴ തന്നെയാണ് ജില്ലയിലെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തിയായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ വകുപ്പും ഓറഞ്ച് അലർട്ടും ജാഗ്രതാ മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിൽ അതുപോലെ തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പെരിയാർ നദിയോട് തണ്ണീർത്തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും അനാവശ്യമായി നദികളിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്, കാരണം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള കനത്ത നാശങ്ങളും തന്നെ മഴക്കെടുതികളെ ഒന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾക്കടക്കം ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ജില്ലയിൽ എമ്പാടും തന്നെ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിലവിൽ അതിശക്തമായ ഒരു വെള്ളക്കെട്ടോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ ഇത്തിരി കളമശ്ശേരി, അതുപോലെ തന്നെ ആലുവ എന്നിവിടങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. സ്മിത. ശരി, സൂര്യശ്രീ എറണാകുളം ജില്ലയിൽ നിന്നുള്ള പൊതുവായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഈ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്, അതുപോലെ ഈ പരിയാരം കമ്പളത്ത് വീടുകളിലേക്ക് വെള്ളം കയറിയെന്ന വിവരമൊക്കെ പുറത്തു വരുന്നു. നഗരമേഖലയിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും അതിശക്തമായി മഴ തുടരുന്ന നിലയാണോ സൂരജ്? സൂരജിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. പാലക്കാട് നിന്നുള്ള വിവരങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. പാലക്കാട് ജില്ലയിലും ശക്തമായ രീതിയിൽ മഴ തുടരുന്നുണ്ട്. അവിടെ കുന്തിപ്പുഴ കരകവിഞ്ഞിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് പാലക്കാട് ജില്ലയുടെ പൊതുവായുള്ള സാഹചര്യം? രാവിലെ തന്നെ മഴ കനക്കുകയാണോ ശ്രീത്ത്? മഴ കനക്കുകയാണ് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നും തന്നെ തോർച്ചയുണ്ടായിരുന്നില്ല. എല്ലാ സമയവും ശക്തമായ മഴ തന്നെയായിരുന്നു പാലക്കാട് നഗരത്തിലും പാലക്കാടിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കുന്തിപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. കുന്തിപ്പുഴയോട് ചേർന്ന ചില കോസ്വേകൾ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മണ്ണാർക്കാട് മേഖലയിലാണ് കാര്യമായ രീതിയിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ എല്ലാ മേഖലകളിലും മഴ തുടരുന്നുണ്ട്. മംഗലം ഡാം, അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാം, ഇതിന്റെ രണ്ടിന്റെയും ഷട്ടർ തുറന്നു വെച്ചിട്ടുണ്ട്. മലമ്പുഴ ഡാമിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ മലമ്പുഴ ഡാം തുറക്കാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഔദ്യോഗിക അറിയിപ്പായി നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ മഴ എല്ലാ മേഖലയിലും ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിലും തുടരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളോ അങ്ങനെ വീടുകളിലേക്ക് പൂർണ്ണമായി വെള്ളം കയറുന്നൊരു അവസ്ഥയോ ഒന്നും തന്നെ നിലവിലുണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. ഭാരതപ്പുഴയിലും ശക്തമായ നീരൊഴുക്ക്
ഇതിനകം തന്നെ നിലവിലുണ്ട്. മുക്കൈ പുഴയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ് ആ മേഖല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. റോഡിലേക്ക് കോസ്വേ മുങ്ങി റോഡിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. മലമ്പുഴ ഡാം തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഏറ്റവും അധികം പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ് കൽപ്പാത്തി, അതുപോലെ തന്നെ മുക്കൈ മേഖലയൊക്കെ തന്നെ. എന്തായാലും ഈ മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് ഒരു കാരണവശാലും രാത്രികാല യാത്ര പാടില്ല എന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതുകൊണ്ട് രാത്രികാലത്ത് ആ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ ജാഗ്രതയുണ്ട്, ആശങ്കയില്ല, പക്ഷേ ജാഗ്രത വേണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം പറയുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒറ്റപ്പാലം വാണിയംകുളത്തടക്കം മണ്ണിടിച്ചിൽ സാധ്യത, മണ്ണിടിഞ്ഞു വന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലേക്ക് കാര്യമായ രീതിയിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ അങ്ങനെ ശക്തമായ മഴ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ജില്ലയിലും സമാനമായ സാഹചര്യമാണ്. ശക്തമായ മഴയുണ്ട്. ചാലക്കുടി പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട്. സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൂരജ്, ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? ആ രീതിയിലൊരു വെള്ളം ഉയരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ഡാമിന്റെ പരിസരത്തൊക്കെ മഴയുണ്ടോ? പീച്ചി ഡാമൊക്കെ അവിടെയാണ്. വിവരങ്ങൾ പറയും. അസ്മിത, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അതിരപ്പള്ളി മുതൽ ചാലക്കുടി വരെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുന്നത്. വൈകുന്നേരത്തോടു കൂടി മഴ ശക്തിപ്പെട്ടതോടുകൂടിയാണ് ഈ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിയാരത്ത്, കമ്പളത്ത് വീടുകളിൽ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയാൽ ആദ്യം വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശമാണ് ഈ കമ്പളത്ത് വെള്ളം കയറിയതോടുകൂടി ക്യാമ്പ് അടക്കം തുറന്നുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഈ പ്രാദേശിക സർക്കാരുകളടക്കം കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടി കണക്കിലെടുത്താൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ തൃശൂരിലെ വിവിധ മേഖലകളിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ തൃശൂർ നഗരത്തിലടക്കം കനത്ത മഴയാണ്. രാവിലെ സ്വരാജ് റൗണ്ട് അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. സ്മിത. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശ്ശൂർ ജില്ലയിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇനി മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനം, അതാണ് ഈ 2 ദിവസത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇന്നലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS സഹകരണം സംബന്ധിച്ച പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന വിമർശനവുമുണ്ട്. PV അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നു. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീമി, ഭരണവിരുദ്ധ വികാരമില്ല എന്ന വിലയിരുത്തലാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. പാർട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകൾ, മുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകൾ PV അൻവറിന് പോയി എന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് കണ്ടു. സംസ്ഥാന സമിതിയിലും സമാനമായി ഈ MV ഗോവിന്ദന്റെ RSS പരാമർശവുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വരാനാണോ സാധ്യത? സലീം. റിജിത്ത്, സ്മിത, ഇന്നലത്തേതുപോലെ തന്നെ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതിയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ സ്വാഭാവികമായും MV ഗോവിന്ദന്റെ RSS പരാമർശം തിരിച്ചടിയായി എന്നുള്ള വിമർശനം ഇന്നും ഉയരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല PV അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സമാനമായുള്ള വിലയിരുത്തലുകളാകും ഇന്നും ഉണ്ടാവുക. അതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഒരു മുഖപ്രസംഗം ദേശാഭിമാനിയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമല്ല, വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയാണ് UDF ജയിച്ചത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയെന്ന് പരസ്യമായി പറഞ്ഞു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ SDPIക്ക് ലഭിച്ച വോട്ട് ഇത്തവണ ലഭിച്ചില്ല. BJPക്ക് കഴിഞ്ഞ തവണ 13,000 വോട്ടുണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അതൊന്നും ലഭിച്ചില്ല. ഇതൊക്കെ പരസ്യമായി UDF സ്ഥാനാർത്ഥി വാങ്ങുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഗീയ ശക്തികളുമായും കൂട്ടുപിടിച്ചുള്ള വിജയം എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നത്. പുറത്തേക്ക് ഇത്തരത്തിലൊരു ചിത്രം നൽകുമ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംഭവിച്ചതുപോലെ സംസ്ഥാന സമിതിയിലും MV ഗോവിന്ദനെ തന്നെയാകും ഏറ്റവും അധികം പഴി കേൾക്കാനുണ്ടാവുക. കാരണം MV ഗോവിന്ദന്റെ RSS പരാമർശം, RSS CPIM സഹകരണ പരാമർശം വലിയ നിലയിൽ മണ്ഡലത്തിൽ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ചർച്ചയായി എന്നുള്ളതാണ് CPIMന്റെ വിലയിരുത്തൽ. അപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് നടത്തുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും വലിയ തെരഞ്ഞെടുപ്പ് പരാജയം, പ്രത്യേകിച്ചും PV അൻവർ 19,000 വോട്ട് പിടിക്കുകയും അതിന് പിന്നാലെ തന്നെ UDF സ്ഥാനാർത്ഥി 11,000 വോട്ട് പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം പരിശോധിക്കണമെന്നൊരു നിലപാട് CPI സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലപാടിലേക്ക് CPIM
എത്തുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ അത് അങ്ങനെ തന്നെ പുറത്തേക്ക് നൽകാനാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചില തിരുത്തൽ നടപടികൾക്ക് കൂടി സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ വോട്ട് ചോർച്ച അത് ഏതൊക്കെ മതവിഭാഗങ്ങളിൽ നിന്നാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് എന്നതുൾപ്പെടെ പരിശോധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് CPIM-ന്റെ നീക്കം. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ അവലോകന യോഗം കൂടിയാണ് എന്നുള്ളത് കൂടി ഇന്നത്തെ സംസ്ഥാന സമിതിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. റിജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് സംസ്ഥാന സമിതിയുടെ പ്രധാന അജണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബേപ്പൂരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് വാദം പൊളിയുന്നു. അനന്തു കഞ്ചാവ് വലിക്കുമ്പോൾ പിടികൂടിയെന്നാണ് FIR. എന്നാൽ അനന്തുവും സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് പോലീസ് തടഞ്ഞിട്ട് പിടികൂടിയത്. യുവാക്കളെ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, നേരത്തെ ഈ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഈ യുവാവിന് അതിക്രൂരമായി മർദ്ദനമേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. പിന്നീട് കഞ്ചാവ് കേസിൽ പെടുത്തും എന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള പരാതി കുടുംബം മുന്നോട്ട് വെച്ചതാണ്. മുഖ്യമന്ത്രിയെ സമീപിക്കാനൊക്കെയുള്ള നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായി പൊളിയുകയാണോ സമീർ സി മുഹമ്മദ്? ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. തീർച്ചയായും പോലീസിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. അനന്തുവിനെയും സുഹൃത്തുക്കളെയും കഞ്ചാവുമായാണ് പിടികൂടിയത്. ഈ 3 പേർ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടു. ആ വേളയിലാണ് തങ്ങൾ പിടികൂടിയത് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ യുവാക്കൾ ബൈക്കിൽ സഞ്ചരിക്കുന്ന വേളയിലാണ് വളഞ്ഞിട്ട് പിടികൂടുകയും പിന്നീട് ഈ ബൈക്ക് കസ്റ്റഡി എടുക്കുകയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അനന്തുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ബേപ്പൂർ ഹാർബറിന് സമീപത്ത് വെച്ചായിരുന്നു അനന്തുവും സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിച്ചത്. 3 പേരാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബൈക്ക് കസ്റ്റഡി എടുക്കുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അതിന് പിറകെയാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അനന്തുവിന് നേരെ ഉണ്ടായത്. യുവാവിന്റെ പുറത്തും അതുപോലെ കൈക്കും മാത്രമല്ല മൂക്കിന്റെ പാലത്തിന് പോലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു പട്ടിക ഉപയോഗിച്ച് SIയും 4 പോലീസ് ഉദ്യോഗസ്ഥരും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അനന്തുവിന്റെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുടുംബം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രൊബേഷൻ SI ആയിട്ടുള്ള ധനീഷിനെ പിന്നീട് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. മറ്റ് 3 പേർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുമില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസ് ഇത്തരമൊരു വാദം ഉന്നയിച്ചിരുന്നത്. കഞ്ചാവ് ആണ് സംഭവത്തിന്റെ പശ്ചാത്തലം എന്നായിരുന്നു അവരുടെ വാദം. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. വിഷയത്തിൽ കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം വീണ്ടും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. മാത്രമല്ല ഇപ്പോഴും ഈ യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. മൂക്കിന് സർജറി വേണ്ടിവരും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല ഇടത്തെ കൈയിന് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റതിന്റെ പശ്ചാത്തലത്തിൽ ഇളക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്തരത്തിലുള്ള വലിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഈ യുവാവ് നേരിടുന്നുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. റിജിത്ത്, സ്മിത. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അനന്തവും സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പോലീസ് അവിടെ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരെ പോലീസ് തടഞ്ഞിട്ട് പിടികൂടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കഞ്ചാവ് വലിക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഈ യുവാക്കൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിൽ പോലീസിന്റെ വാഹനം കുറുകെയിട്ട് പോലീസ് അവരെ അവിടെ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ലുലു IT ട്വിൻ ടവറുകൾ കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ ജൂൺ 28-ന് പ്രവർത്തനം ആരംഭിക്കുന്നു. IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ലുലു IT ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത്. 1500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിലാണ് IT സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയമാണ് ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ 1500 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. 182 മീറ്റർ ഉയരമുള്ള ട്വിൻ ടവറുകളാണ് സ്മാർട്ട് സിറ്റിയിൽ ഉയർന്നിരിക്കുന്നത്. 30 നിലകളിലായി 12.74 ഏക്കറിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 30,000-ലധികം പേർക്കാണ് പുതിയ കെട്ടിടത്തിൽ തൊഴിലവസരം ലഭിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസൈറ്റ് ഹെലിപാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് ലുലു IT ട്വിൻ ടവറുകൾ ഒരുക്കിയിട്ടുള്ളത്. Approximately 30,000 employees, and we have an on-site helipad
which is a new addition. I think many of you may not be knowing it because it was a latest addition to the facility. And we have the world's largest robotic parking, which can accommodate 3,200 cars into that robotic parking facility. 3200 കാറുകൾക്കുള്ള റോബോട്ടിംഗ് പാർക്കിംഗ്, 1300 കൺവെൻഷണൽ പാർക്കിംഗ് അടക്കം 3 നിലകളിലായി 4500 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന 4 മൾട്ടിനാഷണൽ കമ്പനികൾ ഇതിനകം തന്നെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമാണ് ലുലു IT ട്വിൻ ടവറുകൾ. 24 കൊച്ചി. ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ്. ലഹരി വിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട. LSD സ്റ്റാമ്പുകളുമായി 2 പേർ പിടിയിലായി. ആലപ്പുഴ അരൂർ സ്വദേശികളായ മിഥുൻ രാജ്, അഭിഷേക് എന്നിവരാണ് പിടിയിലായത്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഏതായാലും ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ ഇതുപോലെ പിടികൂടേണ്ടി വരുന്നു. അത് ഒരു വശത്ത് നോക്കിയാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഊർജിതമാക്കുന്നു ഈ പരിശോധനകളെല്ലാം തന്നെ അല്ലേ. ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? കൂടുതൽ വിവരങ്ങൾ പറ. ലഹരി വിരുദ്ധ ദിനത്തിലുള്ള ലഹരി മരുന്ന് നടന്നിരിക്കുന്നത്. ഗോവയിൽ നിന്ന് ലഹരി മരുന്നുമായി ഒരു സംഘം വരുന്നു എന്ന് നാർക്കോട്ടിക് ACPക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ ടൗൺ പോലീസും നീങ്ങിയത്. ഇന്ന് പുലർച്ചെ 1:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അരികെയുള്ള ആനി ഹാൾ റോഡിൽ വെച്ചുകൊണ്ട് ഈ 2 യുവാക്കൾ പിടിയിലായത്. ആലപ്പുഴ അരൂർ സ്വദേശിയായിട്ടുള്ള അഭിഷേകും അതുപോലെ മിഥുൻ രാജുമാണ് പിടിയിലായിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് 105 LSD സ്റ്റാമ്പുകളും അതുപോലെ തന്നെ 2 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയിരിക്കുന്നത്. ഒരു സ്റ്റാമ്പിന് ഏകദേശം 2000 രൂപ വരും. മോഹവില അനുസരിച്ചാണെങ്കിൽ അതിൽ മുകളിൽ വില വരും എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ ഉപരി വില നൽകി ഇത് വാങ്ങാറുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2.25 ലക്ഷത്തോളം രൂപയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഡാൻസ് ഓഫ് സംഘവും ടൗൺ പോലീസും ചേർന്നാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ പാർട്ടികളിൽ, അതായത് പ്രധാനമായും LSD സ്റ്റാമ്പുകൾ ഉപയോഗിക്കുന്നത് DJ പാർട്ടികളിലാണ്. അങ്ങനെ DJ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന വേളയിലാണ് ഇപ്പോൾ ഈ 2 അംഗ സംഘം പിടിയിലായിരിക്കുന്നത്. പ്രതികൾ ഗോവയിൽ നിന്നാണ് ഇത്തരത്തിൽ കോഴിക്കോട് നഗരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതെന്നും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 25 കിലോ കഞ്ചാവ് ഡാൻസ് ഓഫ് സംഘം നഗരത്തിൽ നിന്ന് തന്നെ പിടികൂടിയിരുന്നു. റിജിത്ത്, സ്മിത. ശരി, ലഹരി വേട്ട തുടരുകയാണ്. LSD സ്റ്റാമ്പുകളുമായി 2 പേരാണ് കോഴിക്കോട്ട് പിടിയിലായിരിക്കുന്ന. ആലപ്പുഴ സ്വദേശികളാണ് ഇവർ. ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇത് എത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. ECGയിലും നേരിയ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ICUവിലാണ് VS ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി ആളുകൾ ആശുപത്രിയിലെത്തി VSന്റെ കുടുംബാംഗങ്ങളുമായും ഡോക്ടേഴ്സുമായും ആശയവിനിമയം നടത്തിയിരുന്നു. സലിം മാലിക്കാണ് ചേരുന്നത് വിവരങ്ങളുമായി. സലിം, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് സമാനമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഈ ആരോഗ്യ വിദഗ്ധരുടെ ഒരു സന്നാഹം തന്നെ VSന്റെ ആരോഗ്യനില നിരീക്ഷിക്കാനായി ആശുപത്രിയിൽ SUTയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ശുഭസൂചനയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ ആരോഗ്യസ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിനിടയിൽ ഇടയ്ക്കിടെ ECGയിൽ നേരിയ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് ഇപ്പോൾ VSന്റെ ആരോഗ്യനില സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യനില വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ICUയിൽ തുടരുകയാണ് VS. നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ, അത് പല പാർട്ടികളിൽ നിന്നായുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലായി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റിജിത്ത്. ശരി, VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നേരിയ പുരോഗതി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടിട്ടുള്ള നേതാക്കളൊക്കെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ VSന്റെ കുടുംബാംഗങ്ങളെ കാണാൻ എത്തിയിരുന്നു. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് SUT ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.